ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ നല്ലൊരു ഐസ്ക്രീമിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ നോമ്പിന് മേടിച്ച തണ്ണിമത്തനായിരുന്നേ. ഇതാണെങ്കിൽ തീരെ മധുരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് കേട് വന്ന് പോകും. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കുന്ന സമയത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഉണ്ടല്ലോ, വാട്ടർമെലൺ ഐസ്ക്രീം, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിതാ ഞാനിപ്പോൾ അതൊരു പീസ് തണ്ണിമത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ കുരുവാണെന്നുണ്ടെങ്കിൽ കളയാം. ഞാൻ ഇപ്പോൾ കളയണമൊന്നുമില്ല. ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ക്യൂബാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മധുരം ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാവുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് തീരെ മധുരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ഒഴിക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇനി വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അതും ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആവും. ഇതിതാ കുറച്ച് ഇതിന് അങ്ങനെ അളവൊന്നുമില്ല. ഞാനങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ടാവുക. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മോൾഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർമെലൺ ഐസ്ക്രീം റെഡി ആയിട്ടാണ്. ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് അടിച്ചെടുക്കണേ, തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മോൾഡിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ മാറ്റി കൊടുക്കുന്നത് വാട്ടർമെലൻ്റെ തന്നെ ഒരു തീമിൽ വരുന്നൊരു ചെറിയൊരു മോൾഡാണ്. ഇതാണെങ്കിൽ നല്ല ചെറുതാണ് കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുത് ഉണ്ടെങ്കിൽ അതിലാവും ഏറ്റവും ബെറ്റർ. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൽ തന്നെ അത് സെറ്റാക്കി. ബാക്കിയുള്ളത് ഞാനൊരു കപ്പിലാണ് കേട്ടോ സെറ്റ് ചെയ്തത്. ഇതൊരു എക്സാക്റ്റ് ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ ആവില്ല. ഒരു പോപ്സിക്കിൾ ടൈപ്പ് ടെക്സ്ചർ ആയിരിക്കും കേട്ടോ കിട്ടുക. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോഴല്ല, സമ്മറിൽ. ഇപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ പനി വരാനും ജലദോഷം വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാവുകൊണ്ട് വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിന് ശേഷം ഞാനിതാ ഇന്ന് ഹൈദരാബാദി ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അധികം പിസ്ത ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി അധികം ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. കാരണം എനിക്കത് കറക്റ്റായിട്ട് കിട്ടൂല. ഒന്നല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും, അല്ലാന്ന് വെച്ചെങ്കിൽ നല്ല രീതിക്ക് വെന്ത് കിട്ടൂല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടിയിട്ടാ. അതിന് ഫസ്റ്റ് കുറച്ച് തിൻ സ്ലൈസ് ആക്കിയിട്ട് ഇതേപോലെ ഉള്ളി, ഒരു 4 ഉള്ളി, മീഡിയം സൈസിൽ 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ദാ ഈ കാണുന്ന പോലെ സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞു കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ തിരുമ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതളായിട്ട് കിട്ടും ട്ടോ. ഇത് ഇതുപോലെ തന്നെ ചെയ്യണേ. അല്ലാതെ നമ്മൾ മറ്റേ രീതിക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് വേവും ചിലത് വേവാതെ അങ്ങനെ വെള്ള കളറിൽ അങ്ങനെ കിടക്കും ട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഒരു 3 കപ്പ് അരി ബസ്മതി റൈസ് ഞാൻ 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ട്ടോ. അതിന് ശേഷം ഇതാ ഫ്രൈഡ് ഓണിയൻ്റെ പരിപാടി തുടങ്ങി. ഇതുപോലെ നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം അതേപോലെ വെതറി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. എന്നിട്ടൊരു എന്താ പറയുക, ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കോരിയെടുക്കണം. ഡാർക്ക് ബ്രൗൺ ആവാൻ നിൽക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. എനിക്ക് എപ്പോഴും വരുന്നൊരു മിസ്റ്റേക്കാണിത്. അതുകൊണ്ട് ഞാനിത് കൈ അനക്കാതെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ. അത് കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം ബിരിയാണി തന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് ആവും ഉണ്ടാവുക. അതിന് ശേഷം ഏത് പാത്രത്തിലാണോ ബിരിയാണി വെക്കുന്നത് ആ പാത്രത്തിൽ ഇതുപോലെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ദം ഇടുന്ന സമയത്ത് മുകളിലിടാനുള്ള ആ കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇവിടെ ഇതിലിട്ട് കൊടുക്കണേ. പിന്നെ ഞാനിതാ ഇതിൽ എന്തെല്ലാം സാധനങ്ങൾ ഇട്ടു എന്നുള്ളതൊക്കെ ഞാനിതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതാണേ. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വെളുത്തുള്ളി, പിന്നെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള വരുന്ന ഇഞ്ചി, പിന്നെ ഒരു 3 പച്ചമുളക്. ഇത് മൂന്നും പാടെ ചതച്ചതാണ് കേട്ടോ. ഇനി ഇടാൻ പോകുന്നത് തീർത്തും ഓപ്ഷനിലാണ്. എൻ്റെ കയ്യിൽ കുറച്ച് തൈര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഒരു തക്കാളി, നല്ല പഴുത്തൊരു തക്കാളി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് തീർത്തും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം മാത്രമാണ് തൈര് ഇട്ടിട്ടുള്ളൂ. അതിന് ശേഷം ഇതാ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല, പിന്നെ 1-1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ടാവും. പിന്നെ അതാ 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ നോർമൽ മുളക് പൊടി ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ മുഴുവൻ നീര്, വലിയൊരു നാരങ്ങയുടെ മുഴുവൻ നീരും ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുവൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കളയുക, അല്ലാന്ന് വെച്ചെങ്കിൽ അതും കയ്പ്പ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ ഒരു 150 ഗ്രാമോളം തൈരും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തക്കാളി ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 400 ഗ്രാമോളം തൈര് ഇട്ടോളിട്ടാം. അതിന് ശേഷം ഒരു 3-4 ഏലക്കായ, പിന്നെ ക്യൂമിൻ സീഡാണ് കേട്ടോ ഞാൻ ഇതിലിട്ടിട്ടുള്ളത്. പിന്നെ ഒരു ഹാൻഡ്ഫുള്ള് കോറിയൻഡർ ലീഫും മിൻറ്റ് ലീഫും. അതിന് ശേഷം കുറച്ച് പട്ടയും ഗ്രാമ്പും, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ ഒരു പീസ് പട്ട, അത്ര മതി. പിന്നെ അതാ നമ്മൾ ഫ്രൈഡ് ഓണിയൻ ഉണ്ടാക്കിയ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 1/2 കപ്പോളം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ആയിട്ടുള്ളത്.
ഇത് നമ്മൾ രാത്രിക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലേക്കൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടും ട്ടോ. എനിക്ക് പിന്നെ അത്രയ്ക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഞാനൊരു 3/4 മണിക്കൂർ മാത്രമേ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അതങ്ങനെ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ക്യുമിൻ സീഡ്, ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരമുറി നാരങ്ങ നീരും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ നാരങ്ങ അങ്ങനെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. റൈസ് ഇതിൽ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന റൈസാണ്. അപ്പോൾ കൂടുതൽ വെള്ളം ഇരുന്നോട്ടെ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് തോനെ ഉപ്പ് തന്നെ ഇട്ട് കൊടുത്തോളും. കാരണം നമ്മളിത് ഊറ്റിയെടുക്കുന്നതല്ലേ. അപ്പോൾ റൈസിലധികം ഉപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ എന്താ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ദാ തിള വരുന്ന സമയത്ത് നമുക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ് ട്ടോ. നോർമൽ ബസ്മതി റൈസാണ് ഇതിന് ഏറ്റവും ബെറ്റർ. നിങ്ങളെ കയ്യിൽ ഏതാണുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം ട്ടോ. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ട്ടോ. ഈ റൈസ് ഒരു 5 മിനിറ്റ് വെന്താൽ മതി ട്ടോ. എന്നിട്ട് നമ്മൾ ഊറ്റിയെടുത്തിട്ട് ദമ്മിലിടുകയാണ് ചെയ്യാറുള്ളത്. ബാക്കിയുള്ള വേവ് അങ്ങനെ ദമ്മിൽ കിടന്നിട്ടാട്ടോ വേവ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് മാത്രം തീ കൊള്ളിച്ചാൽ മതി ട്ടോ. അതൊന്ന് വേവുന്ന ടൈമിൽ ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു ട്ടോ. ഇപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ പഞ്ചസാരല്ല 2 എണ്ണം മാത്രമേ ഉള്ളൂ ട്ടോ. പിന്നെ ഉണ്ടല്ലോ എനിക്കങ്ങനെ ഓവറായിട്ട് കൊമൻസ് ഒന്നും വരാറില്ല. പക്ഷേ ഇതേപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരാൾ എനിക്ക് എനിക്കൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരുപാട് സന്തോഷം ട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെന്റ്. എനിക്ക് ഇതേപോലെ എന്താ പറയാ ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് കമന്റ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു കാര്യമല്ലേ. എനിക്കത് ഒരുപാട് സന്തോഷമായി ട്ടോ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് സജഷൻസ് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ട്ടോ. ഞാൻ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടതെന്നുള്ളത് എനിക്കറിയാൻ കഴിയുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതാ കോഫി ഉണ്ടാക്കിയിട്ട് കുടിച്ചു ട്ടോ. അത് നല്ല റിച്ച് ക്രീമി ടേസ്റ്റാണ് ട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പം ഞാൻ ടീ മാറ്റിയിട്ട് ഇപ്പോൾ കോഫിയിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ അതാ ദമ്മിടാനുള്ള പരിപാടിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓൺ ചെയ്യണ്ട. ഞാൻ അങ്ങനെ കെടുത്താൻ മറന്നു പോയതാണ് ട്ടോ. പിന്നെ അതാ നമ്മൾ ഇട്ട് വെച്ച നാരങ്ങ അതങ്ങട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റൈസ് ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക ട്ടോ. പിന്നെ താഴത്തുള്ള ചിക്കൻ നമ്മൾ വേവിച്ചിട്ടില്ല. വേവിക്കാത്ത ചിക്കനാണ് ട്ടോ ഇട്ടിട്ടുള്ളത്. ഇത് ഈ ദമ്മിൽ കിടന്നിട്ട് ഈ റൈസിൻ്റെ ബാക്കി അതേപോലെ ചിക്കനും വേവണം. അങ്ങനെ റൈസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കപ്പ് റൈസ് വെന്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ റൈസ് വേവിക്കുന്ന ടൈമിൽ ഞാൻ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല ട്ടോ. ഇതാണ് റൈസിൽ ചേർക്കുന്ന നെയ്യ് ട്ടോ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ഫ്രൈഡ് ഓണിയനും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരും ട്ടോ. എൻ്റെ കയ്യിൽ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത്ര കുറവ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ആവി പുറത്തേക്ക് കിടക്കാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ഞാൻ നല്ല വൃത്തിക്ക് സീൽ ചെയ്തതാണ്. പക്ഷേ എൻ്റെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ദമ്മ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ട്ടോ. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. ഉള്ളിലുള്ള സംഭവമൊക്കെ നല്ല വൃത്തിക്ക് വെന്തിട്ട് കിട്ടിയിരുന്നു ട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു വെന്ത് കിട്ടൂലേ എന്നുള്ളത്. അതിന് ശേഷം ഉണ്ടല്ലോ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഡയറക്റ്റ് ഫ്ലെയിം കൊള്ളിക്കണം ട്ടോ. ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ. അതിന് ശേഷം ഇതേപോലെ അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് ഒരു 30 ടു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക ട്ടോ. അങ്ങനെ എൻ്റെ ദമ്മ് റെഡിയായി കിട്ടി. ഇത് കണ്ടില്ലേ ആവി പുറത്ത് പോയിട്ട് വെള്ളം വന്നിരുന്നു ട്ടോ. എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു ഉള്ളിലത്തെ സാധനങ്ങൾ വെന്തിട്ടില്ലേ എന്നുള്ളത്. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു ട്ടോ. സൂപ്പറായിട്ട് വെന്തു. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചൂടുള്ള സാധനങ്ങൾ ഇതേപോലെ കൈ വെച്ചിട്ട് എടുക്കണ്ട. പെട്ടെന്ന് പൊള്ളിപ്പോവും ട്ടോ. ഇതെനിക്ക് എപ്പോഴും വരുന്നൊരു കാര്യമാണ്. എൻ്റെ കയ്യിൽ എപ്പോഴും ഇതേപോലെ ഒരു പൊള്ളലിൻ്റെ പാടുണ്ടാവും ചെയ്യും. ഇങ്ങനെ ശ്രദ്ധിക്കാതെ എടുക്കുകൊണ്ട്. ഇത് കണ്ടോ റൈസൊക്കെ ഭയങ്കരമായിട്ട് വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് ട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര സ്മെല്ലായിരുന്നു ട്ടോ ഇത് തുറക്കുന്ന സമയത്ത്. അടിപൊളി ടേസ്റ്റാണ്. മസാലയൊക്കെ സൂപ്പറായിരുന്നു. അതേപോലെ തന്നെ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നേരം മസാല കൂട്ടിയിട്ടോ അല്ലെങ്കി ചിക്കൻ ഫ്രൈ ആക്കിയിട്ടോ ഒന്നും ടൈം കളയണ്ട. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ട്ടോ. ഇത് രാത്രിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് റൈസ് വേവുന്ന ടൈമും പിന്നെ അത് ദമ്മിടുന്ന ടൈമും മാത്രം നോക്കിയാൽ മതി ട്ടോ. എന്താ പറയുക ബാക്കി എന്തെങ്കിലുമൊക്കെ ഒരു പണി നമുക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു റൈസ് ഇട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും ട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ ഞാൻ രാത്രിക്കാണ് ട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. രാത്രിക്ക് ബിരിയാണി കഴിക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷേ എന്താ പറയുക എല്ലാം ഇങ്ങനെ കൂട്ടിക്കിഴിച്ച് വരുന്ന സമയത്ത് രാത്രിയാവും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ റൈസൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ. പിന്നെ റൈസ് രാത്രി ഉണ്ടാക്കി വെച്ചാൽ സുഖമാണ്. പിറ്റേ ദിവസത്തേക്ക് മോർണിംഗിലേക്കും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ട്ടോ. പിന്നെ ഇതുപോലെ ഇതിൽ എന്താ പറയുക സാഫ്രോണൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സാഫ്രോൺ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതൊക്കെ സ്കിപ്പ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ പിന്നെ എന്താ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് എന്തായാലും പറയണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക്സ് പറയണേ. ഇനി ഇഷ്ടമായിട്ടില്ലെങ്കിലും ഫീഡ്ബാക്ക്സ് പറയണേ. അപ്പോൾ അതാ ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. പിന്നെ അതാ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് 2, 3 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെന്ന്. അപ്പോൾ അവർക്കുള്ള ഫുഡ് പാർസൽ ചെയ്യാൻ ട്ടാ. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകും വേണമായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങനെ കൊടുത്തിട്ട് പോവാന്ന് വെച്ച്. ഞാൻ ഇതേപോലെ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തോനെ ഉണ്ടാക്കും. എന്നിട്ട് എനിക്ക് ഇതേപോലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ട്ടാ. പിന്നെ അതാ നമ്മുടെ പോപ്പ് സ്റ്റിക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പീസ് ഇപ്പോൾ അതാ അതിൻ്റെ ആ ഒരു സ്റ്റിക്കിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. ഇത് അടിപൊളി ടേസ്റ്റാണ് ട്ടോ. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. പിന്നെ അതാ നമ്മൾ കപ്പിൽ സെറ്റ് ആക്കിയിട്ടുള്ളത് ഇതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ട്ടാ. ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയണം ട്ടാ. പിന്നെ അതാ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊന്ന് സിഹാത്ത് ലുലു വരെ പോയിട്ടുണ്ടായിരുന്നേ. അതൊന്നും ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല അതിൽ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ.